വേദനയുണ്ട്. ഇന്നലെ രാത്രിയെല്ലാം ഉണ്ടായിന്. പിന്നെ അടഞ്ഞിട്ടുണ്ട് ചെവി. കേൾവി കുറവെന്ന് പറയുന്നത് ഡോക്ടർ. മാഷ് ഞാൻ മണ്ണ് നീക്കുന്നുണ്ടായിന് ചാറിയിട്ടാ കാല് സ്ലിപ്പായിട്ടാകുമ്പോൾ. അപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല എന്തിനാ ആക്കിയെന്ന് ചോദിച്ചിട്ടാ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഷോൾഡർ പിടിച്ച് വലിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് തയ്ച്ചു. മാഷ് എന്നിട്ട് കൊണ്ടുപോയിട്ട് ചായയും അടിയും മേടിച്ചു വന്നു. അപ്പോഴൊക്കെ പോലീസുകാർ വന്നു. പോലീസുകാർ പുറത്തുനിന്ന് ആവശ്യത്തിന് വന്നിട്ട് അമ്മ പോലീസുകാരോട് പറഞ്ഞു ഓൻ തല കറങ്ങിയിട്ട് വീണ്. ഇതിക്ക് കുറച്ച് കുറവുണ്ട്. വെള്ളം കയറിക്കൂടാ, ചുമ വന്നൂടാ, പിന്നെ ജലദോഷം വന്നൂടാ. അങ്ങനത്തെ എല്ലാം വന്നാൽ പിന്നെ ചെവിയിൽ ഇങ്ങനെ വീക്കം വരും. വീക്കം വന്നാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ആക്കേണ്ടി വരും. PTA പ്രസിഡന്റുമാരും അധ്യാപകരും വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവർ മാഷ ഭാഗത്ത് ഉണ്ടായ തെറ്റെന്ന് പറയുന്നു, സമ്മതിക്കുന്നു. എന്നിട്ട് കോംപ്രമൈസ് ആക്കിയിട്ട് നമുക്ക് 1 ലക്ഷം റുപ്യ ഇപ്പോൾ ചികിത്സ സഹായമായിട്ട് തരാമെന്ന് പറയുന്നത്. ചെറിയ പ്രായമായതുകൊണ്ട് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:15 9:45 ഇടയ്ക്കാണ് ഈ സ്കൂളിൽ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലി നടന്നത്. ആ അസംബ്ലിക്കിടെ ഈ വിദ്യാർത്ഥി, അതായത് അഭിനവ് കൃഷ്ണ, അസംബ്ലി ലൈനിൽ നിൽക്കുന്നതിനിടെ കാലുകൊണ്ട് ചരല് നീക്കി. ഇത് അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് ഈ HM ഹെഡ് മാസ്റ്ററായ M അശോകനായിരുന്നു കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ കുട്ടി ശ്രദ്ധിക്കാതെ ഈ ചരല് നീക്കിയതെന്നാണ് കുട്ടി പറയുന്നത്. അങ്ങനെ അധ്യാപകൻ ആ സമയത്ത് തന്നെ 700ഓളം വിദ്യാർത്ഥികൾ ആ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു, മറ്റധ്യാപകരുണ്ടായിരുന്നു. അവർക്കിടയിലേക്ക്, അതായത് ആ വേദിയിലേക്ക് കുട്ടിയെ വിളിച്ചു വരുത്തി. അതിനുശേഷം കുട്ടിയെ കരണത്തേക്ക് അടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ മൈക്കിന്റെ വയറൊക്കെ കുട്ടിയുടെ ശരീരത്തിൽ ചുറ്റി കുട്ടി വീഴാൻ പോയി. പിന്നീട് അവിടെ നിന്ന് കുട്ടിയെ ഈ അധ്യാപകൻ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയി ചായയും വടയും ഒക്കെ വാങ്ങി നൽകി. അപ്പോഴാണ് കുറച്ച് പോലീസുകാർ അവിടേക്ക് വന്നത്. അവർ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി ആ സ്കൂളിന് മുൻപിൽ എത്തിയതായിരുന്നു. ആ സമയത്താണ് ഈ അധ്യാപകനെയും കുട്ടിയെയും കാണുന്നത്. ആ ഘട്ടത്തിൽ അവർ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടിക്കൊന്ന് തലകറങ്ങി എന്നാണ് ഈ ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. അതിനുശേഷം ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ കുട്ടിയുടെ, അതായത് അഭിനവ് കൃഷ്ണയുടെ സഹോദരി ആ സ്കൂളിൽ തന്നെയാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെ ആ കുട്ടിക്ക് അസുഖമായി. ക്ലാസ് ടീച്ചർ ഈ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിക്കുന്നു. അമ്മ സ്കൂളിലേക്ക് ഉച്ചയ്ക്ക് പോയ സമയത്താണ് മറ്റൊരു വിദ്യാർത്ഥി ഇങ്ങനെ അഭിനവിനെ അധ്യാപകൻ തല്ലി എന്ന വിവരം അമ്മയോട് പറയുന്നത്. അങ്ങനെ അഭിനവിനെയും കൊണ്ട് അമ്മ വീട്ടിലേക്ക് വന്നു. കുട്ടിക്ക് ചെവി നല്ല വേദനയായതോടുകൂടി ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ ആശുപത്രിയിൽ പരിശോധിച്ചപ്പോഴാണ് കർണപുടം പൊട്ടിയ കാര്യം അറിയുന്നത്. നല്ല പരിക്കുണ്ട്. ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് 6 മാസത്തേക്ക് ചെവി അനയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ഓപ്പറേഷൻ കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്രത്തോളം മാരകമായ പരിക്ക് കുട്ടിയുടെ ചെവിക്ക് പറ്റിയിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടി, വളരെ ചെറിയ കുട്ടിയാണ്. ആ അധ്യാപകൻ ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. എന്തായാലും അതിനുശേഷം പരാതിയുമായി പോകരുതെന്ന് പറഞ്ഞ് രക്ഷിതാക്കൾക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി. അത് PTA ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി, അധ്യാപകരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടായി. അധ്യാപകരും PTA ഭാരവാഹികളും ആ വീട്ടിലെത്തി രക്ഷിതാക്കളെ കണ്ടു.